ജി സുധാകരനെ വെറുപ്പിക്കാൻ തൽക്കാലം തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയ CPM ബഹ്റൈനിൽ ഇരുന്നു കൊണ്ട് മുഖ്യന്റെ സാരോപദേശത്തെ തുടർന്ന് CPM വീണ്ടും സുധാകരനെ അടുപ്പിക്കാൻ തന്നെ നീങ്ങുകയാണ്. അതിന് സജി ചെറിയാനെ ഇറക്കി കളിക്കാൻ തന്നെയാണ് തീരുമാനം തുടങ്ങിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് CPM. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നായിരിക്കാം ഒരുപക്ഷെ മത്സരിക്കുക. ജീവിച്ചിരിക്കുന്ന ഒരു VS ആയി CPM മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നീക്കങ്ങൾ നടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ അമ്പലപ്പുഴയിലും കായംകുളത്തും CPM പ്രചരണം ശക്തമാകും. സുധാകരൻ മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ അണികളെ ചേർത്ത് നിർത്താനുള്ള നടപടികളും എടുക്കും. അമ്പലപ്പുഴയിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം ശക്തമാണ്. പാർട്ടി അംഗമായിരിക്കുമ്പോഴും കോൺഗ്രസ് വേദികളിലും മറ്റും സുധാകരൻ പങ്കെടുക്കുന്നതും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് മന്ത്രി സജി ചെറിയാൻ, AK ബാലൻ, H സലാം MLA എന്നിവരെ രൂക്ഷമായി വിമർശിച്ച് പരസ്യ പ്രതികരണം നടത്തിയത്. തൊട്ടു പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അനുനയവുമായി സുധാകരനെ വീട്ടിലെത്തി കണ്ടിരുന്നു. എന്നിട്ടും സുധാകരന് അയഞ്ഞിട്ടില്ല. അസംതൃപ്തനായ സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ അതിശയിക്കാനില്ല എന്നാണ് വിലയിരുത്തൽ. സുധാകരനെ വിജയിപ്പിക്കാനുള്ള അടവു നയം കോൺഗ്രസ് സ്വീകരിച്ചേക്കും. തുടർച്ചയായി 2 തവണ നഷ്ടപ്പെട്ട അമ്പലപ്പുഴ പിടിക്കാൻ കോൺഗ്രസ് കരുതലോടുകൂടിയാണ് കരു നീക്കുന്നത്. ജി സുധാകരൻ തന്റെ നേതാവാണെന്നും താൻ ഒന്നും ഉപദേശിച്ചിട്ടില്ലെന്നും മന്ത്രി സജി ചെറിയാൻ. താൻ ഉപദേശിക്കാൻ ആളല്ല, സുധാകരൻ സാർ പറഞ്ഞതാണ് ശരി. സുധാകരൻ സാറിന് എന്നെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമില്ല. മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ജി സുധാകരൻ പാർട്ടിയുടെ ഭാഗമാണ്. സുധാകരൻ സാർ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കും. എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമെന്നും സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മന്ത്രി സജി ചെറിയാൻ ഉടൻ തന്നെ ജി സുധാകരന്റെ വീട്ടിലെത്തുമെന്നും നേരിട്ട് കണ്ട കാര്യങ്ങൾ സംസാരിക്കുമെന്നുമാണ് ഈ നീക്കങ്ങൾ പുറത്തുവരുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചുവെന്നും പുറത്താക്കി എന്ന് പറഞ്ഞ് ചില സഖാക്കൾ പടക്കം പൊട്ടിച്ചുവെന്നുമായിരുന്നു സുധാകരന്റെ വിമർശനം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചുവെന്ന് ജി സുധാകരൻ ടീ പാർട്ടി നടത്തുകയും ചെയ്തു. അതിൽ സജി ചെറിയാനും പങ്കാളിയാണ്. സജി ചെറിയാനെതിരെ പാർട്ടി നടപടി എടുക്കണം. പാർട്ടിയാണ് തന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത്. സജി ചെറിയാന്റെ കൂട്ടർ തന്നെ BJPയിൽ വിടാൻ ശ്രമിച്ചു. തന്നോട് ഫൈറ്റ് ചെയ്ത ഒരാളും ജയിച്ചിട്ടില്ല. പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ഉപേക്ഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ജി സുധാകരൻ സാഹു ആലപ്പുഴയിലെ പാർട്ടിയുടെ ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ നേതാവാണ്. അത് കേരളത്തിലെ പാർട്ടിക്കും കേരളത്തിൽ ഗവൺമെന്റിനും അതേ ഇരുന്ന സ്ഥാനങ്ങൾ ഒരുപാട് സംഭാവന ചെയ്തതാണ്. ഞങ്ങളുടെ എല്ലാം ഒരു വികാരമായി നിൽക്കുന്ന അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രശ്നം ഉന്നയിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ മോശപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സമയം തീരുമാനമെടുക്കും. അദ്ദേഹം ഞങ്ങൾ അകന്നു പോയിരിക്കുന്നു, അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുകയാണ് എന്ന ധാരണ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞെന്താ, ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമാണ്, ഞാൻ പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണമെന്ന് എന്തോ ഉപദേശിച്ചത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് തിരിച്ചായിരിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയാണ്, പാർട്ടിയാണ്, ഞങ്ങളെക്കാൾ കടുത്ത പാർട്ടിക്കാരനാണ്. നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ ആട്ടി ഓരോ രൂപത്തിൽ ചിത്രീകരിച്ച് അദ്ദേഹം പാർട്ടിക്കെതിരാണെന്ന് വരുത്തിയെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ആ സമയം നിങ്ങളങ്ങ് ഉപേക്ഷിച്ചാൽ മതി. അദ്ദേഹം മരണം വരെയും CPMന്റെ ഭാഗമായിരിക്കും, ആലപ്പുഴ പാർട്ടിയുടെ ഭാഗമായിരിക്കും, ആലപ്പുഴയിലും കേരളത്തിലെ പാർട്ടിയുടെ ഭാഗമായിരിക്കും. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പാർട്ടിയുമായി ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ പോയി സംസാരിക്കുക. എന്താ പോയി സംസാരിക്കുക? ഇപ്പൊ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറും പോയില്ലേ? ഞാൻ ഇനിയും പോയി സംസാരിക്കണം. ഞാൻ പോയി സംസാരിക്കും. MA ബേബി സാർ പോയി സംസാരിച്ചു, ഗോവിന്ദമാഷ് പോയി സംസാരിച്ചു. വരുന്നവരടക്കമെല്ലാം അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹം വളരെ പ്രൊമിനന്റ് ലീഡറല്ലേ. പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണ് ഏജ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് പഴയതുപോലെ ഉള്ള പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ സംഘടനാപരമായി കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എന്നാൽ ക്യാമ്പയിനറായിട്ടും മറ്റു കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പരമാവധി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് അദ്ദേഹത്തെ പാർട്ടിയുടെ മെയിൻ സ്ട്രീം നിർത്തും. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ചുമതലകളെല്ലാം പാർട്ടി തുടർന്ന് അദ്ദേഹത്തെ ഏൽപ്പിക്കും. അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യും. അതിനൊന്നും ഒരു സംശയം വേണ്ട. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പാർട്ടി പോകും. അല്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ പോയി ഇങ്ങനെ പാർട്ടിക്ക് എതിരായിട്ടാണ് സാർ നിൽക്കുന്നത്, സഖാവ് സജി ചെറിയാനെ ചീത്ത വിളിച്ചു, ജില്ലാ സെക്രട്ടറി ചീത്ത വിളിച്ചു, ഇങ്ങനെ നിങ്ങൾ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങളുണ്ടാക്കുന്ന കുഴപ്പം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഞങ്ങൾ അദ്ദേഹമായിട്ട് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ അദ്ദേഹമായിട്ട് നല്ല യോജിപ്പിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആലപ്പുഴയിലെ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് ഞങ്ങളെ എല്ലാം വളർത്തിക്കൊണ്ടുവരുന്ന വലിയ പങ്കുവഹിച്ച നേതാവാണ് അദ്ദേഹം. അങ്ങനെ നന്ദി കെട്ടവരൊന്നും അല്ല ഞങ്ങളാരും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ജി സുധാകരനെ
തകർത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും സാധിക്കാനില്ല. അങ്ങനെ തകർക്കാൻ ഞങ്ങളാരും ശ്രമിച്ചിട്ടുമില്ല. പാർട്ടി ഏറ്റവും വലിയ ചുമതല കൊടുത്ത ആളാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന് അങ്ങനെ നിരാശയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആളുകൾ ഞാൻ പറഞ്ഞോട്ടെ എന്നെ വിമർശിക്കാൻ അതേ ആവശ്യമില്ല. എന്താ നിങ്ങൾക്ക് ഈ വിമർശനം കേൾക്കുമ്പോൾ ഉടനെ പേടിയെന്ത്? നിങ്ങൾക്കൊക്കെ പേടി, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. വിമർശനം കേട്ട് ജീവിതത്തിൽ വളർന്നു വന്നതല്ലേ. അദ്ദേഹം ഞങ്ങൾ VS അച്യുതാനന്ദനും N ശ്രീധരനും PK ചന്ദ്രാനന്ദനും ഒക്കെ ജനിച്ച് ജീവിച്ച് സംഘടന നയിച്ച S രാമേന്ദ്രപിള്ള നയിച്ച പാർട്ടിയുടെ ഭാഗമല്ലേ. ഞാൻ അതിന്റെ ജില്ലാ സെക്രട്ടറി പ്രവർത്തിച്ച ആളല്ലേ. ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ വിമർശനം കേൾക്കാനും വിമർശനം പറയാനും എന്നും അധികാരം കിട്ടിയിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. കാരണം പുന്നപ്രവേല സമരം നടന്ന ജില്ലയല്ലേ. തോക്കിന്റെ മുമ്പിൽ വാരിക്കുന്തം എടുത്ത് പോരാടിയവരല്ലേ. അവരുടെ പിൻതലമുറയല്ലേ ഞങ്ങള്. അപ്പൊ ഞങ്ങളൊരു ഫൈറ്റ് ചെയ്യുന്ന പാർട്ടിയാണ്, ഫൈറ്റിംഗ് കോംറേഡ്സ് ആണ്. സാധാരണ ജില്ലയിലെ പാർട്ടി പോലെ ആലപ്പുഴയിലെ പാർട്ടി കാണരുത്. ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടും രാഷ്ട്രീയ നിലപാടുകളും ശക്തമായ നിലപാട്. അതാ ഞങ്ങൾ പാർട്ടിയുടെ കൂടെയാണ് എപ്പോഴും. അങ്ങനെ പറയട്ടെ, ഞങ്ങൾ പാർട്ടിയോടൊപ്പം നിന്ന് പോരാടി പ്രവർത്തിച്ച് പാർട്ടിക്ക് കേരളത്തിന് മാതൃക കാണിക്കുന്ന ജില്ലയാണ്. അത്തരമൊരു ജില്ലയിലെ ഒരു നേതാവ് എന്നെപ്പോലെ ഒരു അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായ ഒരാളിനെ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റിദ്ധരിച്ച് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനകത്ത് ഒരു പ്രയാസമില്ല. ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു. ഞാൻ ആ പറഞ്ഞ ഭാഗത്തിനകത്ത് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. അദ്ദേഹം തെറ്റിദ്ധാരണ വന്നായിരിക്കാം, അതിന് പറഞ്ഞു കൊടുത്ത് കാണും. കാരണം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട് പാർട്ടിയുടെ ഭാഗമാണ് അദ്ദേഹം. അങ്ങനെ പറഞ്ഞപ്പോൾ അത് എന്നെ വിമർശിക്കാൻ അവകാശമില്ല. നിങ്ങളെന്തിനാ പറയുന്നത്? എന്നെ വിമർശിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ പറ്റി ഇന്ന് വരെ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ കമ്മിറ്റിക്കുള്ളിൽ ഞാനൊരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞില്ല. കാരണം പറയേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്കിനകത്ത് അദ്ദേഹത്തിന് വന്ന ധാരണപ്പശയാണ്. അത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ധാരണപ്പശ വന്നുകൊണ്ട് ഞാനത് പിൻവലിച്ചു. അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ്, അത് ഞാൻ അംഗീകരിച്ചു, പാർട്ടിയുടെ ഭാഗമാണ്. എന്നാൽ ഒന്ന് രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിനെ പറ്റിയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്കൊക്കെ പ്രയാസം വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് പാർട്ടിയോടൊപ്പം പോകണം. പാർട്ടിക്ക് എതിരായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ വരുന്നുണ്ട്, സഖാക്കളുടെ ഒരു ചിന്ത വരുന്നുണ്ട്. അത് അദ്ദേഹത്തെ പോലെ നേതാവിന് യോജിച്ചതല്ല എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പാർട്ടിക്ക് എതിരാണെന്നോ പാർട്ടിയിലല്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ്. പിന്നെ അദ്ദേഹത്തിന് വിമർശിക്കാൻ അവകാശമുണ്ട്. കാരണം ഒരു തെറ്റ് കാണിച്ചു. ഞങ്ങളെല്ലാം ശാസിക്കാനും വിമർശിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. നിങ്ങൾ ആ അവകാശത്തെ ചോദ്യം ചെയ്യേണ്ട. അത് അദ്ദേഹം പറയട്ടെ. തിരുത്താനൊന്നും അദ്ദേഹത്തിന് ഒരു ധാരണ ഇല്ല. അങ്ങനെ ഒരു ധാരണപ്പശുണ്ട്. ഞങ്ങൾ പോയി സംസാരിച്ച് തിരുത്തും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം. ഞങ്ങളാരും ഈ പറഞ്ഞതിന് വ്യത്യാസമല്ല ജില്ലാ സെക്രട്ടറി പോയത്. ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധം, നിങ്ങൾ കാണുന്ന ബന്ധമൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമാണെന്ന് നിങ്ങൾ കാണുന്ന ആളൊന്നുമല്ല. ഞാനും ജി സുധാകരനും തമ്മിൽ നിങ്ങൾക്ക് അറിയാത്ത വലിയ കെമിസ്ട്രി ഉണ്ടെന്ന് നിങ്ങൾ ചുമ്മാ എത്ര പറഞ്ഞാലും ഞങ്ങളെ തമ്മിൽ അയറ്റാൻ പറ്റുന്നത്. സംസാരിക്കുമല്ലോ, നേരിട്ട് കണ്ട് സംസാരിക്കും, ഉറപ്പല്ലേ. ഞാനിപ്പോ ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ പോകേണ്ടി വന്നുകൊണ്ട് അത് ഞാൻ പോയി കണ്ട് സംസാരിച്ചതിന് ഞാനവിടെ ചെന്ന് സംസാരിക്കും, അതൊന്നും പ്രശ്നമില്ല. ഊഷ്മളതയോടെ എന്നെ സ്വീകരിക്കും. ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ആത്മബന്ധമാണ്. ആ ബന്ധം നിങ്ങളെ ഞാൻ വിളിക്കാം പോകുമ്പോൾ. നമുക്ക് നല്ലൊരു എന്താണ് അന്നേരം സുധാരിച്ചാലും മുഖം കാണാമല്ലോ, അതിന് സംസാരം കേൾക്കാമല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം അങ്ങനെ തർക്കിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ ജില്ലയിലെ പാർട്ടിക്ക് അങ്ങനെ ആർക്കും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകും. സുധാകര സഖാവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഞങ്ങളുടെ ശ്രദ്ധ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ ചോദിക്കും. എന്താണ് ആ പ്രയാസം, അത് പരിഹരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് പാർട്ടി പോകും. പാർട്ടിയുടെ നേതൃനിരയിൽ തന്നെ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കും. അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അതിനൊന്നും കുറ്റം പറയില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ സാഹിത്യ സമ്മേളനത്തിൽ പോയിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതിന്റെ സമ്മേളനത്തിൽ പോകുന്നതിന് ഞങ്ങൾ തെറ്റ് പറയില്ല. അദ്ദേഹം ഒരു സാംസ്കാരിക മേഖലയിൽ നല്ല അറിവും ജ്ഞാനമുള്ള ആളല്ലേ. അങ്ങനെ ഒരു യോഗത്തെ അവർ വിളിച്ചു. അവിടെ പോയി നല്ല എല്ലാം പ്രസംഗിച്ചല്ലോ. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അതിനോടൊപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഞങ്ങളെപ്പോൾ പ്രയാസം തോന്നിക്കാണും. പിന്നെ ജില്ലാ സെക്രട്ടറി എന്ന് സംസാരിച്ചോ പുള്ളി പറഞ്ഞു അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതോടെ പ്രശ്നം തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല. ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടി അത്തരം കാര്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അല്ല, ഞങ്ങൾ അതിനുവേണ്ടി അദ്ദേഹത്തോട് വർക്കുണ്ടാക്കാനൊന്നും പോയില്ല. അതൊരു സമ്മേളനത്തിൽ പോയി അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു തെറ്റുമില്ല. പ്രതിപക്ഷം BJP ഒഴിച്ചുള്ള SDP ഒഴിച്ചുള്ള ഏത് സംഘടനയുടെ സമ്മേളനത്തിൽ പോകുന്നതിന് ഞങ്ങൾ എതിരല്ല. എന്താ വെച്ചാൽ അവരുടെ രാഷ്ട്രീയം ചോദിച്ചല്ല, അവരുടെ സമ്മേളനത്തിൽ നിലപാടുകൾ പറയാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ പറയാൻ ജി സുധാകരൻ സാറിനെ വിളിച്ചാലും എന്നെ വിളിച്ചാലും ഞങ്ങളെല്ലാം പോകും. BJPയുടെയും SDP യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അത്തരം യോഗങ്ങളിൽ ഞങ്ങൾ പോകാറില്ല. അത് വർഗീയമായി ചിന്തിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ പോകാറില്ല. അതാണ് ഞങ്ങളുടെ ലൈൻ.